നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ഭാവിയുടെ യുദ്ധമുഖം ഡ്രോണുകളുടേതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ആ ഡ്രോണുകളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കുന്ന ഒരു കിടിലൻ മിസൈൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ വെച്ച് DRDO ഇതിന്റെ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. അതാണ് ULP-GM V3 അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ലോഞ്ച്ഡ് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഈ പുതിയ ഡ്രോൺ മിസൈലിന്റെ പ്രത്യേകതകളും ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളുമാണ്. ഡ്രോണുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കുന്ന ഭാരം കുറഞ്ഞ സ്മാർട്ട് മിസൈലുകളാണ് ULP-GM. ഇതിന്റെ ഏറ്റവും പുതിയതും സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നതുമായ മൂന്നാം പതിപ്പാണ് V3. കേവലം 12.5 കിലോഗ്രാം മാത്രം ഭാരമുള്ള ഈ മിസൈലിന്റെ പ്രധാന സവിശേഷത ഇതിന്റെ കൃത്യതയാണ്. ലേസർ ഗൈഡൻസും പകലും രാത്രിയും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഉയർന്ന റെസൊല്യൂഷനുള്ള ഡ്യുവൽ ചാനൽ ഇൻഫ്രാറെഡ് സീക്കറും ഇതിലുണ്ട്. അതായത് കൊടും ഇരുട്ടിലും ശത്രുക്കളുടെ ഒളിത്താവളങ്ങൾ ഇത് കൃത്യമായി കണ്ടെത്തും. വിക്ഷേപിച്ചതിന് ശേഷം ലക്ഷ്യസ്ഥാനം മാറ്റാനോ പറക്കുന്ന ദിശ മാറ്റാനോ സഹായിക്കുന്ന 2-വേ ഡാറ്റ ലിങ്ക് സംവിധാനവും ഇതിന്റെ പ്രത്യേകതയാണ്. കർണൂലിൽ നടന്ന പരീക്ഷണത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് 2 വ്യത്യസ്ത മോഡുകളിൽ പരീക്ഷിച്ചു എന്നതാണ്. ഒന്നാമത് എയർ ടു ഗ്രൗണ്ട് മോഡ്. ഡ്രോണിൽ നിന്ന് താഴെ ഭൂമിയിലുള്ള ശത്രുക്കളുടെ ടാങ്കുകൾ, ബങ്കറുകൾ എന്നിവ തകർക്കാൻ ഇത് ഉപയോഗിക്കാം. ആന്റി ആർമർ വാർഹെഡുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ സായുധ വാഹനങ്ങളെ തകർത്തെറിയാൻ ഇതിന് സാധിക്കും. രണ്ടാമത് എയർ ടു എയർ മോഡ്. ആകാശത്ത് വെച്ച് തന്നെ ശത്രുക്കളുടെ ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയെ തകർക്കാൻ കഴിയുന്നതാണ് ഈ മോഡ്. നിലവിൽ ഈ സാങ്കേതിക വിദ്യ ലോകത്ത് വളരെ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇത് നിയന്ത്രിക്കുന്നതിനായി അത്യാധുനികമായ ഒരു ഗ്രൗണ്ട് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചിരുന്നു. വിക്ഷേപണവും ലക്ഷ്യവും പൂർണ്ണമായും ഓട്ടോമേറ്റ് ചെയ്യാൻ ഈ സിസ്റ്റം സഹായിക്കും എന്നതിനാൽ പൈലറ്റുമാരുടെ ജീവൻ പണയം വെക്കാതെ തന്നെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ കഴിയും. ഇത് DRDOയുടെ മാത്രം ഒറ്റയ്ക്കുള്ള വിജയമല്ല. ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമാരത്ത് ആണ് ഈ മിസൈൽ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഒപ്പം DRDOയുടെ മറ്റ് ലാബുകളായ DRDL, TBRL, HEMRL എന്നിവയും സഹകരിച്ചു. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പൂർണ്ണമായും ഒരു മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നമാണ് എന്നതാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് എന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ച ഡ്രോണിൽ നിന്നാണ് ഇത് പരീക്ഷിച്ചത്. ഇതിന്റെ വൻതോതിലുള്ള നിർമ്മാണ ചുമതല ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിനും അദാനി ഡിഫൻസിനുമാണ് നൽകിയിരിക്കുന്നത്. വിദേശത്തു നിന്നുള്ള വില കൂടിയ പ്രിസിഷൻ മിസൈലുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ഈ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഇന്ത്യയെ സഹായിക്കും. ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ, പ്രത്യേകിച്ച് ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ നമ്മുടെ സൈനികർക്ക് നേരിട്ട് പോയി ആക്രമണം നടത്തുക എന്നത് അതീവ ദുഷ്കരമാണ്. അവിടെ ഇത്തരം ഡ്രോണുകളിൽ ഘടിപ്പിച്ച ULP-GM V3 മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ ബങ്കറുകളും പീരങ്കികളും വളരെ കൃത്യതയോടെ തകർക്കാൻ സാധിക്കും. പരീക്ഷണങ്ങൾ പൂർത്തിയായതോടെ ഇത് സൈന്യത്തിന് വൻതോതിൽ നിർമ്മിച്ചു നൽകാൻ നമ്മുടെ സപ്ലൈ ചെയിൻ പൂർണ്ണമായും സജ്ജമാണ് എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഈ വമ്പൻ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വരും കാലങ്ങളിൽ പൂർണ്ണമായും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള യുദ്ധ തന്ത്രങ്ങളിലേക്ക് ഇന്ത്യ മാറുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പ്രതിരോധ വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി. ജയ് ഹിന്ദ്.